ആത്മീയകഥകളിൽ ഇന്ന് നാം ചിന്തിക്കുന്നത് ആത്മപരിവർത്തനത്തിൻ്റെ അടിത്തറ. അതെ, നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പരിവർത്തനമാണ്, ട്രാൻസ്ഫോർമേഷനാണ്. നമ്മുടെ ജീവിതം തന്നെ പരിവർത്തനത്തിന് വിധേയമാണ്. പലപ്പോഴും പല ദുഃഖങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണം എല്ലാം ടെമ്പററിയാണ് എന്ന് അറിയാമെങ്കിലും എല്ലാം സ്ഥിരമായി വേണം, മാറാതെ നിലനിൽക്കണം എന്നുള്ള നമ്മുടെ ആഗ്രഹമാണ് പല വിഷമങ്ങൾക്കും ദുഃഖങ്ങൾക്കും കാരണം. അപ്പോൾ അറിയാനുള്ളത്, ആത്മപരിവർത്തനം എപ്പോഴും നമ്മൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം സംവിധാനം ചെയ്യുമ്പോൾ മാത്രമേ ഒരിക്കൽ മാത്രം നമുക്ക് ലഭിച്ചിരിക്കുന്ന, വരദാനമായി ലഭിച്ചിരിക്കുന്ന ഈ ഒരു മനുഷ്യജന്മം ധന്യധന്യമാവുകയുള്ളൂ. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ആത്മപരിവർത്തനത്തിൻ്റെ അടിത്തറ, ഫൗണ്ടേഷൻ നാം അറിഞ്ഞിരിക്കുക. സത്യത്തിൽ ഇപ്പോഴത്തെ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തികളും ഇന്നലകളിലെ നമ്മുടെ ചിന്തയാണ് ഇന്നത്തെ നമ്മൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം ഉണ്ട് എല്ലാവരുടെ ജീവിതത്തിലും. അതിന് മാത്രം വിലമതിക്കാൻ പറ്റില്ല, കൗണ്ട് ചെയ്യാൻ പറ്റില്ല, എത്ര വിലയിട്ടാലും മതി വരില്ല. ആ ഒരു ദിവസം ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഏതാ ദിവസം എന്നറിയാമോ? നമ്മൾ ജനിച്ച ദിവസവുമല്ല, മരിക്കുന്ന ദിവസവുമല്ല, പുതിയതെന്തും നേടിയ ദിവസവുമല്ല, പിന്നെയോ അതിന്നാണ്. ഇന്നലകൾ കേവലം ചരിത്രമാണ്. യെസ്റ്റർഡേ ഈസ് ഹിസ്റ്ററി എന്ന് പറയും. ടുമാറോ, നാളകൾ എന്ന് പറയുന്ന മിസ്റ്ററിയാണ്. ഇന്നാണ് വിക്ടറി. ഇന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നതിനകം എന്തെല്ലാം, ഏത് തരം ചിന്തകളാണോ നമ്മളിലൂടെ കടന്നു പോയത്, അതാണ് നാളത്തെ നമ്മളെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഇന്നത്തെ ചിന്തകളെയാണ്. ചിന്തകളിൽ പരിവർത്തനം വരുത്തുമ്പോൾ മാത്രമേ മറ്റുള്ള ഏതിലും പരിവർത്തനം ഉണ്ടാകും, മാറ്റം ഉണ്ടാകും. ഇപ്പോൾ നയിക്കുന്ന ജീവിതത്തിൽ നിന്നും ഒരു മാറ്റം അല്ലെങ്കിൽ പുരോഗതി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. ഭഗവാനെ വിളിക്കുന്നത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ ഓരോ ആത്മീയ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ മാറ്റം ഉണ്ടാകണം. നിലവിൽ പലപ്പോഴും നമുക്കുണ്ടായിട്ടുള്ള ദുസ്സഹമായ കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകണം. നല്ല കാര്യങ്ങളിൽ സ്ഥിരമായിട്ട് നിലനിൽക്കുകയും വേണം. ഇതെവിടെയാണ് പ്രശ്നം? അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പോകുമ്പോൾ ആദ്യം നമ്മുടെ ചിന്തകൾ, നമ്മളെപ്പറ്റി ഒന്ന് ചിന്തിക്കുക. നമ്മുടെ ബോധമണ്ഡലം ഒരു ദിവസം ചിന്തിച്ചു കൂട്ടുന്നത് അപ്രോക്സിമേറ്റ് ഒരു കാൽക്കുലേഷൻ വേണം. പലപ്പോഴും പണ്ഡിതന്മാരായിട്ടുള്ളവർ, ആത്മാവിനെ പഠിച്ചിട്ടുള്ളവർ പറയും, ചിന്തിക്കുന്ന ബോധമണ്ഡലം എന്ന് പറയുന്നത് ഏകദേശം 35,000 മുതൽ 70,000 പരം ചിന്തകളാണ് ഒരു ദിവസം നമ്മുടെ മസ്തിഷ്കത്തിലൂടെ കടന്നു പോകുന്നത്. ചിന്തയുടെ ഫാക്ടറിയാണ് മനുഷ്യർ. ചിന്തയ്ക്ക് അത്രത്തോളം ശക്തിയുണ്ട്, ഏത് ചിന്തയ്ക്കും. ഈ 35,000 മുതൽ 70,000 പരം ചിന്തകളുള്ളതിൽ സാധാരണ ഒരു മനുഷ്യൻ്റെ താളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ, ആരോഗ്യകരമായി ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ 35,000-ൽ പരം ഡേ ടു ഡേ ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇതുകൂടാതെ ഏതെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിത ലക്ഷ്യം നിങ്ങളിലുണ്ടെങ്കിൽ അത് എക്സീഡ് ചെയ്ത് വീണ്ടും 35,000 ആകുന്നു. അങ്ങനെയാണ് 70,000 ഓഫ് തോട്ട്സ് ക്യാരിയിങ് അവർ ബ്രെയിൻ എന്ന് പറയാൻ കാരണം. ഇതിൽ തന്നെ 3 കാറ്റഗറി ഉണ്ട്, 3 വിഭാഗം ചിന്തകളുണ്ട്. എല്ലാ ദിവസവും എല്ലാവരിലും ഉണ്ട്. ഏതാണെന്നറിയാമോ? ഒന്ന്, നമുക്കെല്ലാം സുപരിചിതമായ ചിന്തയാണ്. അതാണ് വേസ്റ്റ് ചിന്തകൾ. യാതൊരു പ്രയോജനമില്ലാത്തതും നമുക്ക് ദുഃഖം തരുന്നതും, ഈ നിമിഷം ആലോചിച്ചിട്ട് പ്രയോജനമില്ലാത്തെല്ലാം വേസ്റ്റ്. 2, റിച്ച്, വാല്യൂ ഉള്ള ചിന്തകൾ. അപ്ഡേറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയുള്ള ഓർമ്മകളാണ് റിച്ച് തോട്ട്സ്. ടു ഡു ലിസ്റ്റ് എന്നൊക്കെ പറയും. ഇന്ന് ചെയ്തു തീർക്കേണ്ട റെസ്പോൺസിബിലിറ്റിയെ പറ്റിയുള്ള ചിന്തകളാണ്. 3ാമത്തെ ഒരു ചിന്തയാണ് പലർക്കും ഇല്ലാത്തത്. അതാണ് ക്രിയേറ്റീവ്, സൃഷ്ടിപരമായ ചിന്ത. ഏത് സൃഷ്ടിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ സൃഷ്ടിപരമായ ചിന്ത നമ്മളിൽ കൺസിസ്റ്റൻ്റായിട്ട്, തുടർച്ചയായിട്ടുണ്ടാവണം. ഇതില്ലാത്തതാണ് പലരുടെയും പ്രശ്നം. ഇന്ന് ഈ ലോകത്ത് കാണുന്ന സർവ്വ അത്ഭുതങ്ങളും മനുഷ്യൻ്റെ സൃഷ്ടിപരമായ ചിന്തയിലും സൃഷ്ടിക്കപ്പെട്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ, അഭിവൃദ്ധിയിലെത്തണമെങ്കിൽ അഭിവൃദ്ധിപരമായ ചിന്തകൾ സ്ഥിരമായി മനസ്സിൽ ഹോൾഡ് ചെയ്ത് കൊണ്ട് നടക്കാൻ പറയണം. ഇതേ ആത്മാവ് പിടിക്കൂ. അങ്ങനെ 3 തരം ചിന്തകൾ നമ്മൾ പേറി നടക്കുകയാണ്. അപ്പം നിങ്ങളുടെ ചിന്തകൾ എന്ന് പറയുന്ന വിത്തുകൾ പോലെയാണ്. ആ വിത്തിനുള്ളിലാണ് വലിയൊരു മരം ഇരിക്കുന്നത്.
അപ്പം ഇത്രയും ചിന്തകളുള്ളത് എപ്പോഴും നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത് ഏതാണ്? സ്ഥിരമായി നമ്മൾ പിടിച്ചു നിർത്തേണ്ടത് ഏതാണ്? റിച്ച് ചിന്തകളും സൃഷ്ടിപരമായ ചിന്തകളും. ഇന്ന് സൃഷ്ടിപരമായ ചിന്ത ഇല്ല. 2 വർഷം കഴിയുമ്പോൾ ഞാൻ എന്തായി തീരണം, എന്നിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം, അത് തുടർച്ചയായി നമ്മുടെ ഉള്ളിൽ ആത്മാവിലേക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ആത്മാവിനവിടെ പ്രവർത്തിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ള ആദ്യം നിങ്ങൾക്ക് തീരുമാനമുണ്ട്. ഇന്ന് അതില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു ഹോട്ടൽ കയറുന്നു. വെയിറ്റർ വന്നു, സാർ എന്താണ് വേണ്ടത്? നമുക്ക് വേണ്ടതല്ലേ നമ്മൾ ഓർഡർ ചെയ്യാം. നിങ്ങളുടെ മനസ്സിൽ തീരുമാനമെടുത്തതല്ലേ ഓർഡർ ചെയ്യാൻ. അതിന് പകരം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് ചോദിക്കുമ്പം നിങ്ങൾ പറയുക തീരുമാനിച്ചിട്ടില്ല, അല്ലെ അവർ പറയട്ടെ ഇവർ പറയട്ടെ. നിങ്ങൾക്കെന്താണ് വേണ്ടത് അത് ഫിക്സ് ചെയ്യൂ. വാട്ട് യു വാണ്ട് എന്നുള്ളതാണ് ആദ്യം ഫിക്സ് ചെയ്യേണ്ടത്. നമ്മുടെ ആത്മാവിനോട്ട് കൊടുക്കണം എന്താണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. 2, ആ കൊടുത്ത കാര്യത്തിന് ഒരു അപ്രോക്സിമേറ്റ് കാലാവധിയും വെക്കണം. എത്ര സമയത്തിനുള്ളിൽ എനിക്കത് നേടണം. അതായത് വാട്ട്, വെൻ, ഹൗ. വാട്ട് എന്നുള്ളത് തീരുമാനിക്കുക, വെൻ എന്നുള്ളത് അപ്രോക്സിമേറ്റ് കൊടുക്കുക, ഹൗ എന്നുള്ളത് വിട്ടുകളയുക. കാരണം അത് നടപ്പിലാക്കി തരേണ്ടത് നമ്മുടെ ആത്മശക്തിയാണ്, ആത്മാവാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ ഹോട്ടലിലിരിക്കുന്നു, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്നു. ഒരു മസാല ദോശയും ചായയും വേണമെന്ന് പറയുന്നു. വെയിറ്റർ ഓർഡർ എടുത്ത് പോയി. അപ്പോൾ വാട്ടായി. വെൻ, എത്ര സമയത്തിനുള്ളിൽ ഈ മസാല ദോശ നമ്മുടെ ടേബിളിൽ വരും. നമുക്ക് അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ ഉണ്ടല്ലോ, ഒരു 10 മിനിറ്റിനുള്ളിൽ വരും. ഇതിനിടയ്ക്ക് നമ്മൾ കയറി ചിന്തിക്കരുത് ഹൗ എന്നുള്ളത്, എങ്ങനെ വരും എന്നുള്ളത്. അത് അവരുടെ ഡ്യൂട്ടിയാണ്. അവിടെ ദോശമാവുണ്ടോ, ഗ്യാസ് തീർന്നു പോയാൽ എന്ത് ചെയ്യും? ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. ആത്മാവിനെ കൺഫ്യൂഷനാകും. നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം കൃത്യമായി സ്വീകരിക്കുന്ന ഒരു സർഗശക്തി നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള ഉറപ്പ് നമുക്കില്ലാത്തതാണ് പ്രശ്നം. ആത്മാവബോധമില്ലാത്തതാണ് പ്രശ്നം. അപ്പം ഇതിനെല്ലാം രൂപീകരിക്കുന്ന നമ്മുടെ ചിന്തകളാണ്. അപ്പം ചിന്തകൾ, ഈ പറയുന്ന ചിന്തകൾ റിച്ചും ക്രിയേറ്റീവായിട്ടുള്ളത് നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ അത് നമ്മുടെ വേർഡ്സ് ആൻഡ് ആക്ഷനായി മാറും. നമ്മുടെ വാക്കുകളും പ്രവൃത്തിയും ഒരു ചിന്തയിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. ഈ വാക്കുകളും പ്രവൃത്തിയും അതാണ് നമ്മുടെ ഹാബിറ്റായിട്ട് മാറുന്നത്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശീലം. ശീലം 2 രീതിയിലുള്ള ശീലമുണ്ട്, നല്ല ശീലവും ചീത്ത ശീലമുണ്ട്. ഹാബിറ്റ് വരെ ആയിട്ടുള്ളെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ നിയന്ത്രണത്തിലാണ് ഹാബിറ്റ്. ഏത് ശീലങ്ങളെയും വേണ്ട എന്ന് വെച്ചാൽ വേണ്ട, വേണമെന്ന് വെച്ചാൽ വേണം ആക്കിയെടുക്കാം. ദീസ് ഹാബിറ്റ് ബിക്കം, അത് തുടർന്നാൽ നമ്മുടെ സ്വഭാവമായി മാറുന്നു, ബിഹേവിയറായി മാറും. ഇതിനെ നമുക്കൊരു സൈക്കിൾ പോലെ ചിന്തിക്കാം. ആദ്യം നിങ്ങളുടെ തോട്ട്സ് ബിക്കം, ആ ചിന്തകൾ നമ്മുടെ വേർഡ്സ് ആൻഡ് ആക്ഷനായി മാറും, വാക്കുകളും പ്രവൃത്തിയുമായിട്ട് മാറും. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയുടെ പിന്നിലൊരു ചിന്തയുണ്ട്. ആ ചിന്തയും വാക്കുകളും എന്തായി മാറും, പ്രവൃത്തിയും എന്തായിട്ട് മാറുന്നു? ഹാബിറ്റാകുന്നു, ശീലം. ശീലം ആവർത്തിച്ചാൽ അത് സ്വഭാവമാകുന്നു. സ്വഭാവം, സ്ഥായി ഭാവം. ഓരോ ജീവജാലങ്ങൾക്കും വസ്തുക്കൾക്കും സ്വഭാവമുണ്ട്. പഞ്ചസാരയുടെ സ്വഭാവം എന്താ? മധുരിക്കും. പാവയ്ക്ക കഴിക്കും. തേള് കുത്തും. മനുഷ്യൻ്റെ സ്വഭാവം എന്താ? കുരങ്ങ് ചാടിക്കളിക്കും. അതാ സ്വഭാവം അല്ലേ? മുളകിന് എരിവാണ് മുളകിൻ്റെ സ്വഭാവം. മനുഷ്യൻ്റെ സ്വഭാവം എന്താ? നമ്മളെല്ലാം മനുഷ്യരല്ലേ. നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്താ? ജനിക്കുമ്പോൾ എങ്ങനെ ആയിരുന്നു? ശാന്തിയായിരുന്നു, പീസ്. ഈ സ്വഭാവത്തിൻ്റെ അഭാവമാണ് പ്രശ്നം. ഈ സ്വഭാവം, ഇപ്പോഴത്തെ സ്വഭാവം എങ്ങനെ ഉണ്ടായി? റിപ്പീറ്റ് ചെയ്തുള്ള നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ആവർത്തിച്ചപ്പോൾ അത് ചിന്തകൾ വാക്കും പ്രവൃത്തിയിലും അത് ഹാബിറ്റായി സ്വഭാവമായി. സ്വഭാവം നല്ലതുകൊണ്ട് ചീത്തയുണ്ട്, റൈറ്റ് ഓർ റോങ്. ഒരു ബ്രെയിൻ പാത്വേ സെറ്റായിരിക്കാം. ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം ആത്മാവ് എന്ന് പറയുന്നത് കൊടുക്കുന്ന അതേപോലെ സ്വഭാവമാക്കിക്കളയും. അതിന് ശരിയും തെറ്റും അറിയില്ല. നമ്മുടെ ചിന്തകളാണ് അതിനെ അങ്ങനെ കുഴപ്പത്തിലാക്കിയത്. ഇനി നേരെ തിരിച്ച് ബുദ്ധിപൂർവ്വം, ബുദ്ധി കൊണ്ടാണ് ഉണരേണ്ടത്, തിരിച്ച് പിടിച്ചാലോ നല്ല സ്വഭാവത്തിലേക്ക് എത്തും. ഈ സ്വഭാവമാണ് നമ്മുടെ ക്യാരക്ടറാകുന്നത്, ക്യാരക്ടറിൻ്റെ വ്യക്തിത്വം. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു വ്യക്തിത്വമുണ്ട്. വ്യക്തിത്വ വികസനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അതിൻ്റെ കാലഘട്ടമാണിപ്പം. ഒരുപാട് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റൊക്കെ നമ്മൾ പോകാറുണ്ട്, ട്രെയിനിങ് സെക്ഷൻസൊക്കെ. പെർസോണ എന്ന് പറഞ്ഞാൽ മാസ്ക് എന്നാണ് അർത്ഥം. അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാലോ മാസ്കിനെ ഡെവലപ്പ് ചെയ്യുക, പൊട്ടിയിട്ടെ. പക്ഷേ ആത്യന്തികമായിട്ട് അകത്തെ വ്യക്തിത്വം മാറുന്നില്ല. അകത്തെ വ്യക്തിത്വം മാറുമ്പോൾ മാത്രമേ പുറം ലോകവും കൃത്യമാകുള്ളൂ. അപ്പം ഒരു വ്യക്തിയുടെ സ്വഭാവമാണ് ക്യാരക്ടറാകുന്നത്. ഈ ക്യാരക്ടർ ബിക്കം യുവർ ഡെസ്റ്റിനി.
നിങ്ങളിപ്പോൾ എപ്പോൾ എത്തപ്പെട്ട് നിൽക്കുന്നു, എവിടെ എത്തിയിരിക്കുന്നതോ, അത് സക്സസ്സോ ലൂസോ ആയിക്കോട്ടെ, അതിൻ്റെ കാരണം നിങ്ങളുടെ ക്യാരക്ടറാണ്. അപ്പോൾ ഇപ്പോഴുള്ള നമ്മുടെ ഹാബിറ്റ് അതെവിടെ നിന്ന് വന്നു? നമ്മുടെ വാക്കുകളിൽ നിന്നും പ്രവൃത്തിയിൽ നിന്ന് വന്നു. ആ വാക്കും പ്രവൃത്തി എവിടെ നിന്ന് വന്നു? തൊട്ട് മുകളിൽ നമ്മുടെ ചിന്തയിൽ നിന്നും. ഇതൊരു സൈക്ലിങ് പോലെയാണ്. ഇപ്പോൾ നമ്മൾ വന്ന് എത്തിയിരിക്കുന്ന ഡെസ്റ്റിനിയിലാണ്, നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എത്തപ്പെട്ട സ്ഥലം. നിങ്ങൾ ഇപ്പോൾ നയിക്കുന്ന ജീവിതത്തിൽ മാറ്റം അല്ലെങ്കിൽ പുരോഗതി ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആത്മാവിനെ ഇനി പിടിച്ചേ പറ്റൂ, ആത്മീയതയെ പിടിച്ചേ പറ്റൂ. ആ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം. ആ സ്വഭാവം മാറ്റിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ക്യാരക്ടർ, വ്യക്തിത്വം മാറുന്നു. വ്യക്തിത്വം നമ്മളെ പുതിയൊരു ഡെസ്റ്റിനിയിൽ എത്തിക്കുന്നു. ഒരു ഡെസ്റ്റിനിയിൽ എത്തി നിൽക്കുന്ന വ്യക്തി ആരുമായിക്കോട്ടെ, അവരിൽ നിന്നുള്ള ഉൽപ്പാദനം ചിന്തയുടെ, അവരുടെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് സമ്പന്നരെ കണ്ടിട്ടില്ലേ, എല്ലാ അർത്ഥത്തിലും അവരെപ്പോഴും അവരുടെ ചിന്താഗതിയിൽ കൂടുതൽ മെജോറിറ്റി ഓഫ് ടൈം സമ്പന്നതയായിരിക്കും, യുക്തിപൂർവമായിരിക്കും, പോസിറ്റീവ് ഡയറക്ഷനായിരിക്കും. അത് ആ തോട്ട് സൈക്കിളിലോട്ട് വീണ്ടും എത്തുന്നു, അവരെപ്പോഴും സമ്പന്നതയിലോട്ട് കയറിക്കൊണ്ടേയിരിക്കും. നേരെ തിരിച്ച് എപ്പോഴും ദാരിദ്ര്യവും ദുരിതവും ദുഃഖങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് നിൽക്കുമ്പോഴും പ്രാരാബ്ധമാണ് പറയുന്നെങ്കിലോ വീണ്ടും ഒരു ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു. സോ ജനിക്കുമ്പോൾ ഒരാൾ ദരിദ്രനാണെങ്കിൽ ജനിച്ച ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ മരിക്കുമ്പോൾ ദരിദ്രനാണെങ്കിൽ 100% ഈ പറയുന്ന രീതിയിലുള്ള നമ്മളുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കുമ്പോഴാണ്. ആത്മീയ കഥകളിൽ ഇന്ന് ഈ വിഷയം പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.